യുഎഇയിൽ ട്രാഫിക് നിയമം ലംഘിച്ചാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. നിയമം അനുസരിക്കാതിരുന്നാൽ കനത്ത പിഴയും ചില സമയങ്ങളിൽ തടവ് ശിക്ഷയും അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ നിയമവുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പ് യുഎഇയിലെ അധികൃതർ നൽകിയിട്ടുണ്ട്. ഇനി മുതൽ സിഗ്നലുകളിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച വാഹനം ഓടിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ 1.5 ലക്ഷം ദിർഹം വരെ പിഴ ചുമത്താവുന്ന ഗുരുതര ഗതാഗത നിയമലംഘനമാവുമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇത് കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസിന് 12 ബ്ലാക്ക് പോയിന്റുകൾ ലഭിക്കുകയും കുറഞ്ഞത് 30 ദിവസത്തേക്ക് വാഹനം കണ്ടുകെട്ടുകയും ചെയ്യുമെന്നാണ് അറിയിപ്പ്. അതിനാൽ ഇനി സിഗ്നൽ തെറ്റിക്കാതിരിക്കാനായി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു അറിയിപ്പ് എന്തെന്നാൽ, സിഗ്നലിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ച അത്തരം പ്രവർത്തികൾ അപകടത്തിലേക്ക് നയിച്ചാൽ 1 വർഷം വരെ തടവും 1 ലക്ഷം ദിർഹം പിഴയും ശിക്ഷ നൽകുമെന്നും, ഇത് കൂടാതെ സ്വന്തം തെറ്റുകൊണ്ട് ഒരാളുടെ മരണത്തിന് കാരണമായാൽ തടവും 50,000 ദിർഹത്തിൽ കുറയാത്ത പിഴയും ശിക്ഷയായി ലഭിക്കുമെന്നാണ് മറ്റൊരു അറിയിപ്പ് നൽകിയിട്ടുള്ളത്. നിലവിൽ യുഎഇയിൽ മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ഇതേ നടപടി തന്നെയാണ് നടപ്പാക്കുന്നത്. കൂടാതെ യുഎഇയിലെ ഓരോ എമിറേറ്റിനും അതിൻ്റെതായ ട്രാഫിക് നിയന്ത്രണങ്ങളാണുള്ളത്. ഉദാഹരണത്തിന്, ദുബായിൽ പോലീസ് പിടിച്ചെടുത്ത വാഹനം കിട്ടണമെങ്കിൽ 50,000 ദിർഹം നൽകണമെന്നാണ് നിർദ്ദേശം. പിടിച്ചെടുത്ത വാഹനം ലഭിക്കാൻ അബുദാബിയിലും ഇതേ തുക തന്നെയാണ് നൽകേണ്ടത്. എന്നാൽ അബുദാബിയിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് വാഹനം പോലീസിന് പിടിച്ചെടുക്കാമെന്ന കാര്യമുണ്ട്. അബുദാബിയിലെ നിയമപ്രകാരം സിഗ്നലിലെ ചുവന്ന ലൈറ്റ് ലംഘിച്ചാൽ, അശ്രദ്ധമായി ഡ്രൈവിംഗ് ചെയ്താൽ, അവ്യക്തമായ ലൈസൻസ് പ്ലേറ്റ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നത്, റോഡ് റേസിംഗിൽ ഏർപ്പെട്ടാൽ തുടങ്ങിയവ കണ്ടെത്തിയാൽ വാഹനം പിടിച്ചെടുക്കുന്നതാണ്. എല്ലാ എമിറേറ്റിലും ട്രാഫിക് നിയമം അനുശാസിക്കുന്നത് കനത്ത പിഴയും തടവ് ശിക്ഷയുമാണ്. അതിനാൽ ജീവൻ സുരക്ഷിതമാക്കാൻ നിയമം ലംഘിക്കാതിരിക്കാനായി എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്.